അവർ കുട്ടികൾ പിന്നെ എങ്ങനെ നന്നാവണം, മെച്ചപ്പെടണം, ഉയരണം എന്നുള്ള പിന്നെ ഒരു ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ വിശേഷിച്ച് പിന്നെ നമ്മുടെ അമ്മമാരും ഉമ്മമാരും ഒരുപക്ഷെ തീർച്ചയായിട്ടും കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മുടെ ഫാമിലിയൊക്കെ ജീവിക്കുന്നത്. ഇത് പ്രവാചകൻ്റെ മെത്തേഡ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പ്രവാചകൻ കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോൾ, ഒരു കൂടെയുള്ള കുട്ടിയോട് പറയുമ്പോൾ ആദ്യം പറയാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യാ മുആദ് ഇന്നി ഉഹിബ്ബുക്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലെയുള്ള പിന്നെ ഒരാളെ കളിയാക്കാൻ പാടില്ല എന്നുള്ള ആ സംഗതികളെല്ലാം മനസ്സിലുണ്ടായിരിക്കെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളമായി മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി കടന്നു വരുന്നുണ്ട്. ഇത് എന്ത് കാരണം കൊണ്ടായിരിക്കും ഇത്തരത്തിൽ കടന്നു വരുന്നത്? അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു സ്റ്റൈലായിട്ട്, ഒരു രീതിയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, അത് പിന്നെ എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം, സൽഗുണങ്ങളാവാം, ദുർഗുണങ്ങളാവാം. അപ്പോൾ ഈ സൽഗുണങ്ങളെയും ദുർഗുണങ്ങളെയും ഒക്കെ പുറത്ത് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരാളോടുള്ള ദേഷ്യം തീർക്കുക ഒക്കെ തന്നെയുള്ളൊരു വഴിയായിട്ട്, മാധ്യമമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നേരിട്ട് ഒരാളോട് പറയാൻ മടിയുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത പല ആൾക്കാർക്ക്, സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളുകൾക്ക്, അവരുടെ ഉള്ളിലുള്ള ഈ എന്താ പറയുക ഇമോഷൻസിനെയൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുടുംബത്തിനകത്ത് നിന്ന് കിട്ടേണ്ട സെക്യൂരിറ്റി കിട്ടാത്തത് കൊണ്ട് ഒരു ഇൻസെക്യൂറായി വരുന്നൊരു ഫീലിംഗ്, അത് ഇത്തരത്തിലുള്ള വയലൻസിന് കാരണമാകുന്നുണ്ടോ? നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അതെന്താ വെച്ചാൽ ഒരു വ്യക്തി നിൽക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ പ്ലാറ്റ്ഫോമാണ് ഫാമിലി. ഇപ്പം ഞാനും നിങ്ങളും ഇങ്ങനെ ഈ രീതിയിലാവുന്നതിന് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വഹിച്ചിട്ടുള്ള റോള് വളരെ വലുതാണ്. അപ്പോൾ ഈ ഫാമിലിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത പാർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വ്യതിചലനങ്ങൾ, ഡിസോർഡറുകൾ അവിടെ വളരുന്നൊരു കുട്ടിയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാരൻ്റൽ സൂപ്പർവിഷൻ. ഒരു പാരൻ്റൽ സൂപ്പർവിഷൻ കിട്ടാത്ത കുട്ടികൾ, അത് ഇപ്പോൾ നെഗ്ലക്റ്റിംഗ് പാരൻറ്റിങ് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. അതുപോലെ പെർമിസീവ് പാരൻറ്റിങ്, ചില പിന്നെ രക്ഷിതാക്കളുടെ കുട്ടികൾ പറയുന്നത് മുഴുവൻ സമ്മതിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അതെന്ന് വെച്ചാൽ കുട്ടികളെ പ്രീതി കിട്ടാൻ, അല്ലെങ്കിൽ ഞാൻ എന്തൊരു മോഡേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കുട്ടി പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന, അതാണ് നല്ല പാരൻ്റ് എന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ പൈസയുടെ മൂല്യമൊന്നും നോക്കാതെ ധാരാളമായി പൈസ കൊടുക്കുകയും വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാനൊക്കെ ഉള്ളൊരു ആ രീതിയിലുള്ള സംസ്കാരം വളർത്തുക എന്നൊക്കെ പറയുന്നത് കുട്ടിയെ ഇത്തരത്തിൽ അഹങ്കാരികളാക്കുന്നു, അക്രമവാസന ഉണ്ടാക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും കുടുംബത്തിന് നല്ലൊരു റോളുണ്ട്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ടോക്സിക് പാരൻറ്റിങ് സിസ്റ്റവും പലപ്പോഴും പല രീതിയിൽ നമ്മൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കണ്ടന്റുകൾ പാരൻസിൻ്റെ ടോക്സിസിറ്റിയെ കുറിച്ച് പറയുന്ന കണ്ടന്റുകളാണ്. അവരിങ്ങനെ ഏത് വരെയാണ് ടോക്സിക് ആകുന്നത് എന്നുള്ള അളവുകൾ പല വിഷയങ്ങളിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയോട് സംസാരിക്കുന്ന സംസാരം പോലും ഒരു ടോക്സിസിറ്റി ആണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടാറുണ്ട്. ആ ഒരു രീതിയെ, അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിന്റെ സംസാരങ്ങൾ, ഇതൊക്കെ കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നില്ല. അതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാരൻസിന് ഒരുപാട് പ്രഷറുകളുണ്ട്. അപ്പോൾ അവർ കുട്ടികൾ പിന്നെ എങ്ങനെ നന്നാവണം, മെച്ചപ്പെടണം, ഉയരണം എന്നുള്ള പിന്നെ ഒരു ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ വിശേഷിച്ച് പിന്നെ നമ്മുടെ അമ്മമാരും ഉമ്മമാരും. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താ വെച്ചാൽ കുട്ടി നന്നാവണം, മെച്ചപ്പെടണം എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ആഗ്രഹം പലപ്പോഴും അത് പഠനത്തിലൊക്കെ വല്ലാതെ ഉണ്ടാവും. അപ്പോൾ പഠിച്ച് കുട്ടികൾക്ക് A+ വാങ്ങുന്നതിനേക്കാളും താല്പര്യം ഒരു പക്ഷേ അമ്മക്ക് ആയിരിക്കാം. അങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കുട്ടി ഉയരാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ പല രീതിയിലും പുറത്തു വരുന്നുണ്ട്.
അപ്പോൾ അത് നമ്മളും പുറത്തുള്ളവർ പറയുമ്പോൾ ആ പിന്നെ പേരൻറ്റിൻ്റെ ബിഹേവിയറിൽ അപ്രോച്ചിൽ ടോക്സിക് ആണെന്നൊക്കെ പറയും. പക്ഷേ അവിടെ അങ്ങനെ ആവാനുള്ളൊരു കാരണം അവർ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു അന്തസംഘർഷമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്, സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ മാറ്റണമെങ്കിൽ എന്നല്ല, ലോകത്തൊരാളെയും നമുക്ക് മാറ്റാൻ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്നേഹം കൊടുക്കുക അല്ലെങ്കിൽ പ്രവാചകൻ്റെ മെത്തേഡ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രവാചകൻ കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോൾ, ഒരു കൂടെയുള്ള കുട്ടിയോട് പറയുമ്പോൾ ആദ്യം പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യാ മുആദ് ഇന്നി ഉഹിബ്ബുക്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. പക്ഷെ നീ ഇന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മനസ്സിലാകുന്നുണ്ട്? ആ രീതിയിലുള്ള ഒരു പ്രയോഗമാണ്. അത് TA സൈക്കോളജിയിൽ പറയും ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. നമ്മൾ പോസിറ്റീവ് സ്ട്രോക്കാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതിൽ അംഗീകാരമുണ്ട്, സ്നേഹമുണ്ട്, നോട്ടമുണ്ട്, ടച്ച് ഉണ്ട്, ഇതൊക്കെ പോസിറ്റീവ് സ്ട്രോക്കാണ്. അപ്പോൾ ഈ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ശരികേടുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ ചൈൽഡ് സെൻറ്റേർഡ് ആകണമെന്ന് പറയാറുണ്ട്. അതുപോലെ വീടുകൾ ചൈൽഡ് സെൻറ്റേർഡ് ആകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാടുകളിൽ ഇപ്പോഴുള്ളത്. ക്ലാസ്സുകൾ കുട്ടികൾ കേന്ദ്രം, പിന്നെ കുട്ടി കേന്ദ്രീകൃതമാണ്. അപ്പോൾ വീടുകളും ഒരുപക്ഷെ തീർച്ചയായിട്ടും കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മുടെ ഫാമിലിയൊക്കെ ജീവിക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളെ കൂടി പല കാര്യങ്ങളിലും പങ്കാളികളാക്കണം. അതാണ് വേണ്ടത്. ഇപ്പോൾ ഒരു പിന്നെ വീട്ടിലെ വരുമാനം, പാരൻസിൻ്റെ ജോലി, അതുപോലെ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താ വെച്ചാൽ പിന്നെ കുട്ടികൾ പഠനം അവരുടെ ലോകം മാത്രം, വീടും കുടുംബവും അതുപോലെ തന്നെ കുടുംബ ബന്ധുക്കളോ അവരായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഫാമിലി പറയുമ്പോൾ നമ്മൾ പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ അവരുടെ നീഡ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കുട്ടികൾ കളിക്കുക എന്നുള്ള കുട്ടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ്. അപ്പോൾ കുട്ടിയെ കളിക്കാൻ വിടണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് മാത്രമല്ല, ഫുഡ് കൊടുക്കുന്നത് മാത്രമല്ല, കളി അവൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്കിപ്പോൾ അവിടെ ഒരു പോയിൻ്റ് കൂടിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ കളിപ്പാട്ടം പോലും കുട്ടിക്ക് കൊടുക്കാത്ത പേരൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചൈൽഡ് സെൻറ്റേർഡ് അല്ല, അത് വലിയ തെറ്റാണ്. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് ആവുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം, കുട്ടികളുടേതായ മൂല്യങ്ങൾ കൊടുക്കുക, കുട്ടിക്ക് അവരുടേതായ പരിസരം കൊടുക്കുക, ഓരോ വിഷയത്തിനും കുട്ടിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഈവൻ നമ്മൾ എന്താ പറയുക, നമ്മളെ വീടിന് പെയിൻറ്റിങ് നടത്തുമ്പോൾ പോലും ഇതാ നമ്മൾ ഈ പെയിൻറ്റിങ് ഏത് കളർ വേണം, ഞങ്ങൾ ഇന്ന കളറാണ് ഉദ്ദേശിക്കുന്നത്, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാമല്ലോ. നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ അവനോട് അഭിപ്രായം ചോദിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ കുട്ടി ചൈൽഡ് ഈസ് എ പേഴ്സൺ എന്നാണ്. കുട്ടി ഒരു വ്യക്തിയാണ്, അവനെ കുട്ടിയായിട്ട് മാറ്റി നിർത്തരുതെന്നാണ്. അതാണ് പ്രവാചകൻ കുട്ടികളെ കണ്ടപ്പോൾ വിഷ് ചെയ്തു, സലാം പറഞ്ഞു എന്ന് പറഞ്ഞത്, കുട്ടിയെ കൂടെ ഇരുത്തി എന്ന് പറഞ്ഞത്. വലതുവശത്ത് കുട്ടിയായപ്പോൾ അതിനേക്കാളും പ്രായവും അവനേക്കാളും ബഹുമതിയും പൊസിഷനുമുള്ള സഹാബിമാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ പൊസിഷനിലെ ആൾക്കാർ ഇടതുവശത്താണ്. പക്ഷേ വലതുവശത്താണ് കുട്ടി ഇരിക്കുന്നത് എന്നതുകൊണ്ട് കുട്ടിക്ക് മുൻഗണന കൊടുത്ത് ആദ്യം ഭക്ഷണം കൊടുത്തപ്പോൾ കുട്ടിക്ക് കൊടുത്ത ചരിത്രമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അനുവാദം ചോദിച്ചിട്ട് അതെ അതെ അതെ. അപ്പോൾ ആ സന്ദർഭത്തിന് കുട്ടി പറഞ്ഞ എനിക്ക് എൻ്റെ അവകാശം വേണമെന്നാണ് പറഞ്ഞത്. ആ കുട്ടിയെക്കുറിച്ചൊരു എന്താ പറയുക, പിന്നെ മര്യാദയില്ലാത്തവനെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചിട്ടില്ലല്ലോ. കൃത്യമായ അവകാശബോധമുള്ളതിന് രാഷ്ട്രീയ ബോധം. അതെ അതെ അതെ. അപ്പം അങ്ങനെയാണ് കുട്ടികളുടെ ആ അവകാശങ്ങളെ നമ്മൾ മാനിക്കുകയും അതോടൊപ്പം റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ അവനെ പഠിപ്പിക്കുകയും വേണം. നേരത്തെ പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽ മൂന്നാമതായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലഹരിയുടെ ഒരു അടിമത്വം എന്നുള്ള രീതിയിലാണ്. ലഹരിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും പല കുടുംബങ്ങളിലും അങ്ങേയറ്റം എത്തി ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് മനസ്സിലായതിനു ശേഷമായിരിക്കും രക്ഷിതാക്കൾ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. ഇങ്ങനെയുള്ള ഒരു രീതി ലഹരിക്ക് അടിമപ്പെടുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്നുള്ള രീതി രക്ഷിതാവിന് നേരത്തെ അറിയാനുള്ള വല്ല സാധ്യതകളുണ്ടോ? അതായത് തുടങ്ങുന്നിട്ടുണ്ട്, ഇപ്പം അത് അടുത്ത സ്റ്റേജിലാണ്, ബിഗിനിങ് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജസ് ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റേജസിലേക്ക് നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതിപ്പോൾ ഒരു സാധാരണ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രയാസമാണ്. പക്ഷേ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു തുറന്ന ആശയവിനിമയമാണ്. ഇപ്പോൾ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഉമ്മക്കോ പാപ്പക്കോ അല്ലെ അച്ഛനോ അമ്മയ്ക്കോ
ഈ എൻ്റെ കുട്ടിയുടെ പിന്നെ ബിഹേവിയറിൽ, അവൻ്റെ മുഖഭാവത്തിൽ, അവൻ്റെ നോട്ടത്തിൽ ഒക്കെ എന്തൊക്കെയോ താളം തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ പോലീസുകാരൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ ഉപയോഗിക്കപ്പെടുന്ന സബ്സ്റ്റൻസ് സാധനങ്ങൾ, ഈ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയപ്പെടാത്ത എന്നാൽ അവനെ മാരകമായിട്ട് അവൻ്റെ ബ്രെയിനിനെ ബാധിക്കുന്ന സാധനങ്ങളാണ്. വിശേഷിച്ച് പിന്നെ പറയുന്നത് ഈ കടുത്ത, ഞാൻ പേര് പറയുന്നില്ല, ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ഭ്രാന്തന്മാരായി മാറുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇതിൻ്റെ സ്റ്റേജുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, എല്ലാ രക്ഷിതാക്കളും വിശ്വസിക്കുന്നത് എൻ്റെ മകനോ മകളോ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളുടെ മേലിൽ ഒരു കണ്ണ് വേണമെന്ന് പറയില്ലേ, എന്നതുപോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മക്കൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നു, പിന്നെ എവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത്, ഏത് സാധനങ്ങൾ പറയുമ്പോൾ വീട്ടിൽ ഇപ്പോൾ പിന്നെ ഒരുപാട് സാധനങ്ങൾ കുട്ടി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോരുമ്പോൾ, അല്ലെങ്കിൽ മകൻ്റെ മകളുടെ വരുമാനത്തിൽ പെടാത്ത രീതിയിൽ സാധനങ്ങൾ അവർ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ അന്വേഷിക്കുകയും ചോദിക്കുകയും വേണം. അപ്പോൾ ഈ കുട്ടികളുമായിട്ടുള്ള നല്ലൊരു ബന്ധം, തുറന്ന ആശയവിനിമയം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കുട്ടികളിലുണ്ടാകുന്ന വൈകാരികമായ മാറ്റങ്ങൾ, ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് ഇവനിൽ എന്തോ ഡിസോർഡർ ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയാനും തുടക്കത്തിലേ അവർ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് തിരുത്താനും സാധിക്കും. നിരന്തരമായി കുട്ടിയെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ നിരീക്ഷിക്കുന്നു എന്നുള്ള എന്നെ സംശയത്തോടു കൂടി നിരീക്ഷിക്കുക ഒരിക്കലും പാടില്ല. പലപ്പോഴും പിന്നെ ചില കൗൺസിലിങ്ങിനൊക്കെ വരുന്ന കുട്ടികളിപ്പോൾ ഈയിടെ വന്ന ഒരു കുട്ടി എന്നെ പറഞ്ഞു, ഞാൻ പണ്ടെങ്ങോ ഒരു സിഗരറ്റ് വലിച്ചു പോയി സാറേ, അതുകൊണ്ട് എന്നെ ഉമ്മ എപ്പോഴും സംശയിക്കുകയാണ്, എപ്പോഴും എന്ത് കാര്യത്തിന് പോയാലും ഞാൻ പണ്ട് കൂട്ടുകാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചെന്നേ ഉള്ളൂ, ഞാനത് വീട്ടിൽ തുറന്ന് പറയുകയും ചെയ്തു, പക്ഷെ അതിൻ്റെ പേരിൽ എപ്പോഴും എന്നെ നിരീക്ഷിക്കുകയാണ്, സംശയിക്കുകയാണെന്ന്. അപ്പോൾ അത് നമ്മൾ പിന്നെ കുവൈത്തിലെ ഫാമിലി കൗൺസിലറായിട്ടുള്ള ഡോക്ടർ ജാസിമുൽ മുത്തവ്വാൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, പേരൻസ് ഇങ്ങനെ CCTV വെച്ചതുപോലെ നിരന്തരം കുട്ടികളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളത്. അപ്പം അവരെ വിശ്വസിക്കണം, കുട്ടികളെ നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ എൻ്റെ കുട്ടി മോശക്കാരനാണ്, അവനൊന്നിനും കൊള്ളൂല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവനിതെല്ലാം ഉപയോഗിക്കുന്നവനാണ്, ആ രീതിയിൽ നമ്മൾ കാണണ്ട. അതേസമയം നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം ഇങ്ങനത്തെ സാഹചര്യമാണ്, അതുകൊണ്ട് എൻ്റെ കുട്ടി ഇത്തരം കാര്യങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. എന്ന് വെച്ചാൽ നീ അത് ഉപയോഗിക്കാറുണ്ടോ എന്നുള്ള രീതിയിലല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം, അതുപോലെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മിഠായികളോ അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് കുട്ടികളെ ചെറുപ്പം മുതലേ അവരെ പറയാം. ഒരു ബോധം, ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. അതിൻ്റെ പരിഹാരം ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭരണകൂടം, സമൂഹം, അതെ, അതോടൊപ്പം കുടുംബം വേണം, രക്ഷിതാക്കൾ, സ്വയം വിചാരം. തീർച്ചയായിട്ടും ഈ വിചാരങ്ങളിലൂടെ കടന്നു പോകേണ്ടത്. ഇപ്പോൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അക്രമവാസനയെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റും? സൊല്യൂഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ നമ്മൾ ഒന്നുകൂടിയും അവരുടെ സ്കില്ലുകൾ വളർത്തുന്ന രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരണമെന്നില്ല. ഔട്ട്ഡോർ ഗെയിംസ്, അതുപോലെ ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവരെ പങ്കാളികളാക്കുക. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധുക്കളെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൽ താല്പര്യം കാണിക്കാതെ വീട്ടിൽ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ കാണുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, എന്നാൽ പിന്നെ അവനോട് നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന പാരൻസിനെ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ സമൂഹവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബോധപൂർവം നമ്മൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം. പിന്നെ കുട്ടികളെ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ, ഗെയിംസിൽ തുടങ്ങിയ കാര്യങ്ങളിൽ അവരെ പങ്കാളികളാക്കണം. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം വളർത്താനും ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്താനും ഒക്കെ ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ലൈഫ് സ്കില്ലുകൾ വളർത്തുന്ന രീതി, അവർ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി വളർത്തുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്, അതുപോലെ ക്രാഫ്റ്റ് വർക്ക്, അത്തരം കാര്യങ്ങളിൽ കുട്ടികളെ നമ്മൾ സജീവമാക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രീതിയിൽ അവരെ എന്താ വെച്ചാൽ കുട്ടികളിൽ ഈ ലൈഫ് സ്കില്ല്, ഇപ്പോൾ ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എംപതി, മറ്റുള്ളവരുടെ കരുണ, സഹകരണം, കോപ്പറേഷൻ,
ഇത്തരം കാര്യങ്ങളൊക്കെ വളരുന്ന രീതിയിലുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിന് കുട്ടികളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കാം, ചെറിയ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. അത് നമ്മളെ പിന്നെ എന്താ പറയുക, യുവജനോത്സവ പരിപാടികൾ, മത്സരങ്ങൾ, അത് ഏത് തലത്തിൽ നടന്നാലും അതൊക്കെ വളരെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ മൂല്യബോധങ്ങൾ, അത് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്നും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് എന്താ പറയുക, ഈ മതമൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് മതത്തിലുള്ള മൂല്യങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളീ പറഞ്ഞ ഇമോഷൻസ് ഉണ്ടല്ലോ, ഈ മനുഷ്യൻ്റെ വികാരങ്ങളാണ് മനുഷ്യനാക്കി നിലനിർത്തുന്നത്. അപ്പോൾ ഇത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനില്ല. അപ്പോൾ കുടുംബം നിലനിൽക്കുന്നത് സ്നേഹം എന്നുള്ള വികാരമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരം വികാരങ്ങൾ, സ്നേഹം, കരുണ, സഹാനുഭൂതി തുടങ്ങിയ വികാരങ്ങളൊക്കെ വളർത്തിയെടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ സജീവമാക്കുക. യുവജനങ്ങൾ, നമ്മുടെ യുവത്വമൊക്കെ അങ്ങനെയാണല്ലോ. യുവത്വം സജീവമാവേണ്ട യുവത്വം പലപ്പോഴും ഇത്തരം അവർക്ക് ഫ്രീ ടൈമുകൾ കിട്ടുമ്പോൾ നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. അവരെയൊക്കെ നല്ല വളണ്ടിയർ വർക്കുകളിലേക്ക് ഉപയോഗപ്പെടുത്തണം. അത് തീർച്ചയായിട്ടും സമൂഹമാണ് അതിൽ മുൻകൈ എടുക്കേണ്ടത്. മുമ്പ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒരു സാമൂഹികമായൊരു നിരീക്ഷണം ഉണ്ടാകാറുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്തിനായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ഒരു വേള അത് സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് മാറുകയും അതിലേക്ക് അത്തരത്തിൽ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു മേഖലയിൽ സമൂഹം കൃത്യമായി ചെയ്യേണ്ട കാര്യം ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, അത് വേറൊരു തലമാണ്. രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്ന്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ട്. അതെന്ന് വെച്ചാൽ സമൂഹം എന്തിനാ അതൊക്കെ ചോദിക്കാൻ പോകുന്നത്, എൻ്റെ കാര്യത്തിൽ എന്തിനാ അവരിടപെടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണത്. അപ്പോൾ അവിടെ ആ ചിന്തയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഈ ഫാമിലിയും സൊസൈറ്റിയും ഉള്ളത് കൊണ്ടാണ്. ഫാമിലിയും സൊസൈറ്റിയും ഇല്ലെങ്കിൽ നമ്മൾക്ക് പൂർണ്ണതയില്ല. നമ്മളൊരു വ്യക്തി പൂർണ്ണമാവണമെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഫാമിലിയും സമൂഹവും വേണം. അപ്പോൾ ഈ ഫാമിലിയും സമൂഹവും മാറ്റി നിർത്തിയിട്ട് ഞാനെന്ന് പറയുന്ന വലിയൊരാളാണ് ഏറ്റവും പ്രധാനം എന്നുള്ള രീതിയിലേക്ക് ചിന്ത ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ സമൂഹത്തിന് ആ വ്യക്തിയെ ഹർട്ട് ചെയ്യാതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുകയോ ആ വ്യക്തിയെ അപമാനിക്കുകയോ ചെയ്യാത്ത രീതിയിൽ അവൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതല്ലേ നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ളൊരു സംഭവം എന്നുള്ള നിലക്ക് നമുക്ക് അതിനെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പക്ഷേ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഭയപ്പെടുന്നു. ഇതിൽ നിന്ന് ഒരു സോഷ്യൽ വിഡ്രോനെസ് ഉണ്ടാവുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഈ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നേരം വൈകിയ ഒരു കുട്ടി ആ സമയത്ത് കാണുമ്പോൾ ചോദിക്കാൻ പേടിയാവുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ചോദിച്ചവൻ കുറ്റക്കാരനാകുമ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ നിയമപാലകരുടെ ഒക്കെ സഹായം തേടേണ്ടി വരും. നമ്മൾ നേരിട്ട് ഇപ്പോൾ സദാചാര പോലീസ് എന്നൊക്കെയുള്ള പ്രയോഗം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അത് നിയമപാലകരോ മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമുള്ളിടത്ത് നമ്മൾ കയറി ചെല്ലേണ്ട ആവശ്യമില്ല. അത് അവർ തന്നെ ചെയ്യട്ടെ. ഏറ്റവും അവസാനം സൂചിപ്പിക്കാനുള്ളത്, പല സ്ഥലങ്ങളിലും ഇതിനൊരു കാരണം നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു സാഹചര്യം, പല പ്രദേശങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതൊക്കെയുള്ള പ്രദേശങ്ങൾ, അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളിൽ ധാരാളമായി ഇത്തരത്തിലുള്ള പ്രവണത ഉള്ളതായിട്ട് നമുക്ക് പല സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സർക്കാർ തലത്തിൽ ആ പ്രദേശങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാറ്റാനുള്ള ശ്രമങ്ങളും കൂടി ഉണ്ടാക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും പിന്നാക്കം നിൽക്കുന്ന ഏരിയകളിൽ നിന്ന് വരുന്ന കുട്ടികൾ, പിന്നെ വിശേഷിച്ച് സ്കൂളുകളിലാണെങ്കിലും മറ്റു സമൂഹത്തിലെ പല ഇടപെടലുകളാണെങ്കിലും അവർ മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൽ നമ്മൾ പോരാ, നമ്മൾ കഴിവില്ലാത്തവരാണ്, എന്താ പറയുക, നമുക്ക് പൈസ ഇല്ല, നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല. ഒരുപക്ഷെ പല പേരൻസും തന്നെ പറയും നമ്മൾ മോശമുണ്ടോ, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റൂല, അപ്പോൾ അല്ലെങ്കിൽ നമ്മളില്ലാത്തവരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് നിരന്തരം കൊടുക്കുമ്പോൾ അവർക്കും തന്നെ തോന്നുകയാണ് ശരിയാണ് കേട്ടോ, എന്നൊന്നിനും പറ്റൂല എന്ന്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ദാരിദ്ര്യമോ പ്രയാസങ്ങളോ ഒക്കെ നമ്മൾ കുട്ടികളോട് പറയാം. പക്ഷേ
പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത് പോലെ എല്ലാ ദിവസവും അവർക്കൊരു മാലയായിട്ട് ഇതിങ്ങനെ ചാർത്തി കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. നിന്നൊന്നിനും പറ്റില്ല, നമ്മൾ മോശക്കാരാണ്, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു നിരാശാബോധം വളർത്താതെ, അതാണ് ഇന്ന് പൊതുവെ അങ്ങനെയാണല്ലോ, ഒരു നിരാശാബോധമാണ്, ഒന്നും ശരിയാവില്ല എന്നല്ല. അപ്പം ഒരു നിരാശാബോധം വളർത്താതെ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ പരിശീലനങ്ങൾക്ക് വലിയ റോളുണ്ട്. അത് പിന്നെ സാമൂഹ്യ സംഘടനകൾക്ക് ചെയ്തു കൊടുക്കാം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചെയ്തു കൊടുക്കാം, വോളണ്ടിയറായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഗവൺമെൻറ്റുകൾ പല പ്രൊജക്റ്റുകൾ നടത്തുന്നുണ്ട്, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷ, അതുപോലെ ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം കുട്ടികൾക്കും പുതിയ ജനറേഷനും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇതിപ്പോൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഒരു കേരളീയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർ ജനറലൈസേഷനാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഏതെങ്കിലും കുട്ടിയോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ എല്ലാ ഓട്ടോറിക്ഷക്കാരും പോക്കാണ് എന്നുള്ള തരത്തിലേക്കുള്ളൊരു ചിന്ത വരികയാണ്. അപ്പോൾ ആ ഓവർ ജനറലൈസേഷൻ നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയല്ല, മറിച്ച് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, ഒരുപാട് നന്മകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, മനുഷ്യ സ്നേഹമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രശ്നക്കാരാണ്, എല്ലാവരും എന്താ പറയുക, ഈ ലഹരിയുടെ വക്താക്കളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതിൽ നമ്മുടെ കുട്ടികളുടെയും യുവാക്കളുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അതാണ് വേണ്ടത്. പ്രതീക്ഷകൾ നൽകുക. അതിൽ മതത്തിന് വലിയ റോളുണ്ട്. മതത്തിന് അവിടെ ധാർമ്മികതയ്ക്ക്, വാല്യൂസിന്, മനുഷ്യന് പ്രതീക്ഷ നൽകുന്നതിൽ വലിയ റോളുണ്ട്, പങ്കുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു എഡ്യൂക്കേഷനും ബോധവൽക്കരണവും നമ്മുടെ തലമുറക്ക് കിട്ടേണ്ടതുമുണ്ട്. സമൂഹത്തിൽ പൊതുവെ ചില ആളുകളെങ്കിലും പറയാറുണ്ട് പുതുതലമുറയിൽ നന്മകളില്ല എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ ഒരു പേഴ്സണലായിട്ട് പറയുന്ന ഒരു കാര്യം, മുമ്പ് കാലഘട്ടത്തേക്കാൾ അധികമായി നന്മകൾ കൂടുതലും ചെയ്യാൻ കുട്ടികൾ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അതും കൂടി മുതിർന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അതേ രീതിയിൽ ആ നന്മകളെ വളർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഏർപ്പെടേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ കുട്ടികളിൽ ഒരുപാട് നന്മകളുണ്ട്. നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് മാത്രമായിട്ടൊരു ലോകമില്ലല്ലോ. ഇല്ല. ഈ സമൂഹം നമ്മളൊക്കെ ജീവിക്കുന്ന ലോകത്ത് തന്നെയാണ് കുട്ടികളും ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന അപജയങ്ങൾ കുട്ടികളെയും ബാധിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവരിൽ നന്മയില്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞുകൂടാ. മാത്രമല്ല, നമ്മളെ യുവജനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോരോ പ്രതിസന്ധി സമയത്ത്, ഇപ്പോൾ പ്രളയം പോലുള്ള പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് അതിന് അഹോരാത്രം പ്രയത്നിക്കുന്ന എത്ര യുവാക്കളുണ്ട്. അവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഈ പൊട്ടൻഷ്യാലിറ്റി, അവരുടെ ഈ എനർജി, അത് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നിടത്ത് നമ്മുടെ സമൂഹം പരാജയപ്പെടുന്നു എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഈ കുട്ടികളിലോ യുവജനങ്ങളിലോ നന്മയില്ല എന്നല്ല. കുട്ടികളിൽ ഒരുപാട് നന്മകളുണ്ട്. അവരൊരുപാട് കാര്യങ്ങൾ പലപ്പോഴും മറ്റുള്ള കുട്ടികൾക്കോ സഹപാഠികൾക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹപാഠിക്കൊരു വീട് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് തന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് വീടുകൾ വെച്ചു കൊടുത്തില്ലേ നമ്മുടെ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, നമ്മളില്ല എന്ന് പറഞ്ഞുകൂടാ. എന്താണെങ്കിലും കുട്ടികളുടെ ഈ ഒരു എനർജി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് അക്രമവാസനകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല നന്മകളിലേക്ക് കൊണ്ടുപോകാനും മാറേണ്ടത് സമൂഹമാണ്, മുതിർന്ന ആളുകളാണ്. അതിലൂടെ കുട്ടികളെ മാറ്റിയെടുക്കുക, ഏറ്റവും നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള പരിഹാരം എന്നാണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൽ ഇത്രയും നേരം സംവദിച്ചതിന് ബഹുമാന്യനായ മൻസൂർ ഒതായിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഗസ്റ്റ് റൂമിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അധ്യാപകനും അതോടൊപ്പം മനഃശാസ്ത്ര പരിശീലകനും ഫാമിലി കൗൺസിലറുമായ ബഹുമാന്യനായ ഡോക്ടർ മൻസൂർ ഒതായി ആയിരുന്നു. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.